കൽക്കി സിനിമയുടെ അവസാന ഭാഗത്ത് കമൽഹാസന്റെ യാസ്കിൻ എന്ന് പറയുന്ന കഥാപാത്രം ഗാന്ഡീവം എന്ന് പറയുന്ന ഒരു ദണ്ടിങ്ങനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവസ്ഥിതിയില്ലാത്ത ഒരാൾക്ക് പോലും ആ ഗാന്ഡീവത്തുമ്മെ തൊടാനോ അത് ഉയർത്താനോ സാധിക്കില്ല. അതിനർത്ഥം യാസ്കിൻ ഒരു ദൈവമാണോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ദുൽഖർ സൽമാൻ പരശുരാമനായിട്ട് കൽക്കി സെക്കൻഡ് പാർട്ടിനകത്ത് വരുമോ? അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്താണ്? ആരാണ് പരശുരാമൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ട് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഹേ ധനഞ്ജയ, നിന്റെ രഥം അഗ്നിദേവന്റെ വരം, കാവലാൽ ധ്വജസിദ്ധനായ ആഞ്ജനേയൻ തേരാളിയായി ത്രിലോകനാഥനായ നാം, എന്നിട്ടും രഥം രണ്ടടി പുറകോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്ക അർജുന, അവനൊരു സാധാരണ യോദ്ധാവല്ല. കണ്ടില്ലേ കണ്ണിൽ സൂര്യ തേജസ്, കയ്യിൽ അജേയമായ വിജയാസ്ത്രം. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാണ് സൂര്യപുത്രൻ കർണൻ. ആയുധ ബലം വെച്ച് നോക്കുന്ന സമയത്ത് അർജുനന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനന്റെ കയ്യിൽ 49 അസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അതേ സ്ഥാനത്ത് കർണൻ ചെയ്തേക്കുന്ന നമ്മുടെ പ്രഭാസ് ചെയ്തേക്കുന്ന കർണന്റെ കഥാപാത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അസ്ത്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 9 അസ്ത്രങ്ങൾ മാത്രമുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആരാണ് ഈ സീനിലെ ഏറ്റവും വലിയ ഹീറോ? കർണനാണോ അതോ അർജുനനാണോ എന്നുള്ളൊരു കാര്യമാണ് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആദ്യമേ തന്നെ മഹാഭാരതം എന്ന് പറയുന്ന കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹാഭാരതം എന്ന് പറയുന്ന സീരിയൽ കണ്ടിട്ടുണ്ട്. സീരിയൽ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് മഹാഭാരതത്തിനെ കുറിച്ച് എല്ലാം അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പല ആൾക്കാരും പറയുന്നത്. നോ ഒഫൻസ്, മഹാഭാരതം എന്ന് പറയുന്ന സീരിയൽ എന്ന് പറയുന്നത് അടിപൊളി സീരിയലാണ്, ഒരു സൂപ്പർ സീരിയൽ തന്നെയാണ്, നല്ല കഥ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ മഹാഭാരതം എഴുതിയേക്കുന്ന ആളാരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാസൻ എന്ന് പറയുന്ന ഒരാളാണ്. ഗണപതി ഭഗവാന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം മഹാഭാരതം എഴുതിയെന്നുള്ളൊരു കാര്യം വളരെ വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ഈ മഹാഭാരതമാണ് യഥാർത്ഥത്തിൽ സീരിയലിൽ കാണിച്ചിരിക്കുന്ന മഹാഭാരതം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടവർക്കും വായിച്ചവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും. യഥാർത്ഥ മഹാഭാരതമല്ല, യഥാർത്ഥ മഹാഭാരതത്തിൽ നിന്നും വ്യത്യാസമാക്കിക്കൊണ്ടുള്ള പല സീനുകളും ഓൾട്രേഷൻ വരുത്തിക്കുന്ന സംഭവമാണ് മഹാഭാരതം എന്ന് പറയുന്ന ഒരു സീരിയൽ എന്ന് പറയുന്നത്. ഇത് കണ്ടേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കർണന്റെ ഗുരു എന്ന് പറയുന്നത് പരശുരാമൻ മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണനും അർജുനൻ എന്ന് പറയുന്നത് രണ്ടുപേരും സഹോദരന്മാരാണ്. അതിലോട്ട് ഞാൻ വീണ്ടും കിടക്കുന്നില്ല. ഒരു അമ്മയ്ക്കുണ്ടായിരിക്കുന്ന 2 സഹോദരന്മാർ തന്നെയാണ് കർണനാണെങ്കിലും അർജുനനാണെങ്കിലും. അർജുനന്റെ ഗുരു എന്ന് പറയുന്നത് ദ്രോണരാണെന്നുണ്ടെങ്കിൽ കർണന്റെ ഗുരു ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കർണന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ദ്രോണർ തന്നെയായിരുന്നു. ദ്രോണരുടെ ശിഷ്യരായിട്ട് തന്നെയായിരുന്നു ഈ പറയുന്ന അർജുനനാണെങ്കിലും കർണനാണെങ്കിലും വളർന്നു വലുതായത്. കൂടെ അശ്വത്ഥമ എന്ന് പറയുന്ന ദ്രോണരുടെ സ്വന്തം മകനും ഇവരുടെ കൂടെ തന്നെ ട്രെയിനിങ്ങിനായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മഹാഭാരതത്തിൽ, യഥാർത്ഥ മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് പരശുരാമനാണ് ഈ പറയുന്ന കർണന്റെ ഗുരു എന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കർണന്റെ കഥാപാത്രത്തിനെ കുറിച്ച് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കർണന്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് അർജുനനെ തോൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അർജുനനെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു കർണന്റെ ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത്. ഈ ഒരു മോട്ടീവ് വെച്ചുകൊണ്ട് കർണൻ വളർന്നു വലുതായ സമയത്ത് കർണൻ ഈ ദ്രോണരോട് ഒരു കാര്യം ചോദിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കർണൻ ദ്രോണരോട് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രവിദ്യ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യം പഠിപ്പിച്ചു തരാനായിട്ട് ആവശ്യപ്പെട്ട സമയത്താണ് ദ്രോണർ അത് നിരസിച്ച് എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം ഈ കർണൻ പഠിച്ചെടുക്കാനായിട്ട് ആഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അർജുനനെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരുന്നു ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രവിദ്യ പഠിച്ചെടുക്കാനായിട്ട് കർണൻ ആഗ്രഹിച്ചെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു ആഗ്രഹം മനസ്സിലാക്കി, ഈ ഒരു തെറ്റായ ആഗ്രഹം മനസ്സിലാക്കിയ ദ്രോണാചാര്യരാണ് പിന്നീട് അദ്ദേഹത്തിനെ നിരസിച്ച് എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ കർണൻ ഒരു സൂതപുത്രനായതുകൊണ്ടല്ല കർണനെ നിരസിച്ചതും കർണനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കർണനെ യഥാർത്ഥത്തിൽ ദ്രോണാചാര്യർ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വേണ്ട ആയോധന കലകളും മറ്റെല്ലാം, അതായത് ഡിഫൻസ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ദ്രോണർ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു സമയം എത്തിയ സമയത്ത് ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രവിദ്യ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന സമയത്ത് കർണന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നല്ലതല്ല, അർജുനനെ വധിക്കാനായിട്ടാണ് അല്ലെങ്കിൽ അർജുനനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഹ്മാസ്ത്ര വിദ്യ പഠിച്ചെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ ദ്രോണരാണ് പിന്നീട് കർണനെ ഒഴിവാക്കി അദ്ദേഹത്തിനെ നിരസിച്ച് എന്നുള്ളൊരു കാര്യമാണ് മഹാഭാരതം അനുസരിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീടാണ് പരശുരാമൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ്. ഈ പറയുന്ന ദ്രോണാചാര്യരുടെ ഗുരുവായിട്ട് വരുന്ന ഒരാളാണ് ഈ പരശുരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇമ്മോർട്ടലാണ്. ഈ പരശുരാമന്റെ അടുത്ത് പിന്നീടാണ് ഈ കർണൻ എന്ന് പറയുന്ന ഇദ്ദേഹം പോയിട്ട് ഈ ഒരു അസ്ത്രവിദ്യ ദ്രോണർ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് പോയിട്ട്, അത് ദ്രോണരുടെ ഗുരുവിന്റെ അടുത്ത് തന്നെ പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ പരശുരാമന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഈ ഒരു വിദ്യ അഭ്യസിക്കുന്നതും ആ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ബ്രാഹ്മണനാണെന്ന് സ്വയം പറയുന്നുണ്ട്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം ദുൽഖർ സൽമാനാണ് ഈ പരശുരാമനായിട്ട് വരാൻ പോകുന്ന കഥാപാത്രം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
അതായത് പരശുരാമൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കി തന്നെ ശരിക്കും ദുൽഖർ സൽമാൻ പരശുരാമനായിട്ട് വരുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായിട്ട് വരുന്നൊരു കഥാപാത്രമാണ് പരശുരാമൻ എന്ന് പറയുന്നത്. പരശുരാമൻ യഥാർത്ഥത്തിൽ മഹാഭാരതം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പരശുരാമൻ എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആണെങ്കിൽ അദ്ദേഹം ഒരു ധ്യാനത്തിലാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മഹാഭാരതം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അദ്ദേഹം ധ്യാനത്തിലാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുൽഖറിന്റെ കഥാപാത്രം ഒരിക്കലും പരശുരാമനായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയാണ്, ഈ സിനിമയ്ക്കകത്ത് ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ട്രെയിനറായിട്ട് വരുന്ന നമ്മുടെ ഭൈരവ എന്ന് പറയുന്ന പ്രഭാസിന്റെ കഥാപാത്രത്തിനെ പഠിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വെച്ച് പരശുരാമൻ എന്ന് പറയുന്ന അത്രയും വലിയ മഹത്വമായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു ധ്യാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, മരിക്കാത്തൊരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ ഒരു രൂപം എടുത്തുകൊണ്ട് ദുൽഖറിന്റെ ഒരു മോഡേൺ ആയിട്ടുള്ള രൂപം എടുത്തുകൊണ്ട് പരശുരാമനായിട്ട് അവതരിക്കുമോ എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. മേ ബി പരശുരാമന്റെ ഒരു റെഫറൻസ് വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ദുൽഖറിന്റെ കഥാപാത്രത്തിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അല്ലാതെ പരശുരാമന്റെ അവതാരമല്ല ദുൽഖർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഭൈരവ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ് കർണനായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കർണന്റെ കഥാപാത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിൽ തന്നെ മരിച്ചേക്കുന്ന ഒരാളാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കർണൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു റീഇൻകാർണേഷൻ, അതല്ലെങ്കിൽ ഒരു പുനർജന്മമായിട്ടാണ് ഈ ഭൈരവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അർജുനനും അതുപോലെ തന്നെ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് വിജയ് ദേവരകൊണ്ടയുടെ ഒരു മോഡേൺ വേർഷൻ വരുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അദ്ദേഹം വന്നേക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു റീഇൻകാർണേഷൻ്റെ ആവശ്യമില്ലാത്ത ഇമ്മോർട്ടലായിട്ട് നിൽക്കുന്ന പരശുരാമൻ്റെ, മരണമില്ലാത്ത പരശുരാമൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഒരിക്കലും ഒരു മോഡേൺ യുഗത്തിലുള്ള ഈ ദുൽഖർ സൽമാൻ്റെ കഥാപാത്രമായിട്ട് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പറഞ്ഞു വന്നൊരു കാര്യം, നമ്മുടെ അശ്വത്ഥമ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വിജയധനുസ് എന്ന് പറയുന്ന ആ ഒരു ധനുസ് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു, ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ തന്നെയാണ് വിജയധനുസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉത്ഭവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവഭഗവാനാണ് ഇത് നേരിട്ട് പരശുരാമന് കൊടുത്തതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ശിവഭഗവാന്റെ അടുത്ത് പരശുരാമൻ ധ്യാനിച്ച സമയത്ത് ശിവഭഗവാൻ ഇന്ദ്രദേവൻ മൂലം കൊടുത്തേർന്ന ഒരു ആയുധമായിരുന്നു ഈ പറയുന്ന വിജയധനുസ് എന്ന് പറയുന്ന ഒരു ധനുസ് എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ അർജുനന്റെ കയ്യിലിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഗാന്ധീപം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ ഗാന്ധീപത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം മണലുകൾ കൂടി കിടക്കുന്ന ഒരു മരുഭൂമിയുടെ അടിയിൽ നിന്നാണ് ഈ ഒരു സാധനം പൊക്കിയെടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടേക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരുഭൂമിയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ വെരി ഫസ്റ്റ് സീക്വൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. കൽക്കി 2898 AD എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഭൂമിയിലുള്ള സകല റിസോഴ്സുകളും കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്, അതല്ലെങ്കിൽ അവർ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന ഒരു കഥ എടുക്കുന്നത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ആ സമയത്ത് കടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ സിനിമയിൽ കണ്ടെത്തിയിരിക്കുന്ന ഗാന്ധീപം എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ അവർ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവർ എക്സ്കവേറ്റ് ചെയ്യുന്നത് മരുഭൂമിയിൽ നിന്നല്ല, നേരെ മറിച്ച് കടലിൽ നിന്ന് തന്നെയാണ്. ആ കടൽ വറ്റിയതിന് ശേഷമുള്ളൊരു അവസ്ഥയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ കാണുന്ന മരുഭൂമിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അത് യഥാർത്ഥത്തിൽ മരുഭൂമി ആയിരുന്നില്ല, ഒരു കാലഘട്ടത്തിൽ അതൊരു കടലായിരുന്നു. ഈ ഒരു കടലിനകത്തേക്ക് മഹാഭാരതത്തിലുള്ള അർജുനന്റെ കഥാപാത്രം ഈ ഒരു മഹാഭാരത യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ഗാന്ധീവ ദണ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ദണ്ഡ് വലിച്ചെറിഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഈ കടലിലോട്ട് ഇട്ട് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. കാരണം കടലാണ് ഈ ഒരു ആയുധത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. ഈ മഹാഭാരതം അനുസരിച്ച് പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ്. എന്നത് യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ഒരു ആയുധത്തിന്റെ ആവശ്യകത കഴിഞ്ഞതിന് ശേഷം ഈ അർജുനന്റെ കഥാപാത്രം ഈ ഒരു ആയുധം കടലിലോട്ട് സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് കടലിൽ അന്ന് ഈ സാധനം ചെന്ന് പതിച്ചതും ആ കടലിൽ വറ്റി വരുന്ന ശേഷമുള്ള ഒരു സീനാണ് നമ്മൾ ഈ കൽക്കി 2898 AD എന്ന് പറയുന്ന സീനകത്ത് കാണുന്ന ഈ മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഗാന്ധീവം എന്ന് പറയുന്ന സാധനം എക്സ്കവേറ്റ് ചെയ്യുന്നതും ഈ ഗാന്ധീവം എടുത്തതിന് ശേഷം ഈ കൽക്കി എന്ന് പറയുന്ന അവതാരം ഉണ്ടാവുന്ന സമയത്ത് ഈ ഗാന്ധീവത്തിന്റെ മുകളിൽ ഒരു സ്പാർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും ആ വരുന്ന സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് പല ആൾക്കാർ ചിന്തിച്ചേക്കുന്ന പോലെ ഹോളിവുഡ് സിനിമയിൽ നിന്ന് മറ്റേ തോറിന്റെ സീനിൽ നിന്ന് കോപ്പി അടിച്ചിരിക്കുന്ന സീൻ പോലത്തെ ഒരു സംഭവമല്ല. യഥാർത്ഥത്തിൽ ഈ ഗാന്ധീപത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധീപം ഉപയോഗിക്കുന്ന സമയത്ത് ഗാന്ധീപത്തിന് ചുറ്റും ജ്വലിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ ഗാന്ധീപം എന്ന് പറയുന്ന വെപ്പൺ എടുത്ത് പൊക്കാനായിട്ട് യോഗ്യരായിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് ഈ ഗാന്ധീപം വീണ്ടും വർക്കാവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഗാന്ധീവം വീണ്ടും ആക്ടിവേറ്റ് ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരം അന്നുണ്ടായിരുന്ന സമയത്ത്, പഴയ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഇതിനൊരു ആവശ്യകത ഉണ്ടായിരുന്നു. അന്ന് ഇത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം തന്നെയായിരുന്നു. അന്ന് അർജുനന്റെ കഥാപാത്രം ഒരുപാട് പേരെ വധിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം തന്നെയായിരുന്നു. മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധം അവസാനിച്ച സമയത്ത് ഈ ഒരു ആയുധത്തിന് ആവശ്യകത കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആയുധം വർക്കാവാതെ ഇരുന്നു.
പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കൽക്കി 2898 AD എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് തികഞ്ഞ സമയത്ത് 6000 വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായിട്ടുള്ള വിഷ്ണുവിൻ്റെ വരാനായിട്ടിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന അവതാരം പുനർജനിച്ച സമയത്ത് ആ ഒരു കഥാപാത്രം ദീപിക പദുക്കോണിൻ്റെ വയറ്റിൽ ഉത്ഭവിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ ഗാന്ധിവത്തിൻ്റെ മുകളിൽ ആ ഒരു സ്പാർക്ക് വന്നേ എന്നുള്ളൊരു കാര്യം വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇതുപോലെ തന്നെ വിജയധനുസ് എന്ന് പറയുന്ന അശ്വത്ഥാമാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വിജയധനുസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർണൻ്റെ ധനുസാണ്. കർണൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശേഷം, പരശുരാമൻ്റെ ശിഷ്യനായ ശേഷം കർണനെ ശവിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് കർണന് പരശുരാമൻ നൽകുന്ന ഒരു സമ്മാനമാണ്, അതല്ലെങ്കിൽ ശിഷ്യന് ഗുരു നൽകുന്ന ഒരു സമ്മാനമാണ് ഈ കാണുന്ന വിജയധനുസ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കർണൻ മരിച്ചതിന് ശേഷം അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മിത്രമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ ഈ ഒരു വിജയധനുസ് ലഭിച്ച് എന്നുള്ളൊരു കാര്യം തന്നെ വേണം നമുക്ക് ഗസ് ചെയ്യാനായിട്ട്. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വിജയധനുസ് എന്ന് പറയുന്നത് ഇപ്പം അത് വെറും ഒരു വടിയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, ആക്ച്വലി ഗാന്ധീവം പോലെ തന്നെ, ഗാന്ധീവം എന്ന് പറയുന്നത് നമ്മളുടെ അർജുനൻ്റെ കയ്യിലിരിക്കുന്ന ഗാന്ധീവത്തെ പോലെ തന്നെ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ തന്നെയാണ് ഈ വിജയധനുസ് എന്ന് പറയുന്ന അശ്വത്ഥാമാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ധനുസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൽക്കി വന്നിരിക്കുന്ന സമയത്ത് ഗാന്ധീവം വർക്കായിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു വിജയധനുസ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യനായിട്ടുള്ള ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് ദൈവികതയുള്ള ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു വിജയധനുസും വർക്ക് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് കൽക്കിയുടെ അവസാന ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് പ്രഭാസിന്റെ കൈകളിലോട്ട് ഈ ഒരു വിജയധനുസ്, അശ്വത്ഥാമാവിന്റെ കയ്യിലിരിക്കുന്ന ഒരു വിജയധനുസ് വരുന്ന സമയത്ത് ഈ വിജയധനുസ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, ഗ്ലോയിങ് ആയിട്ടുള്ള, നിന്നിങ്ങനെ ജ്വലിക്കുന്ന തരത്തിലും വരുന്നതും, ഒപ്പം തന്നെ പ്രഭാസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ദുഷ്ടരെ എല്ലാം കൊന്നു തീർക്കുന്നതും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. പക്ഷേ പവർഫുൾ ആണെന്നുണ്ടെങ്കിലും അതെടുക്കാനായിട്ട് യോഗ്യരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, ദൈവികതയുള്ള ഒരാളുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ആയുധം വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് വിജയധനുസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് അത്രയും തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ വരുന്ന സമയത്ത്, വില്ലൻ എന്ന് പറയുന്നത് കാളിയല്ല, കലി അവതാരമാണ്. അത് എനിക്ക് മാറിപ്പോയതായിരുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാളിയല്ല, കലി അവതാരമാണ്. നമ്മളുടെ കമൽഹാസൻ ചെയ്യാൻ പോകുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കലി അവതാരമാണ്. ഈ കലി അവതാരം വരുന്ന സമയത്ത് അദ്ദേഹത്തിനും ഒരു ദൈവികത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം കലി എങ്ങനെയാണ് ദൈവികത ഉള്ളൊരു കഥാപാത്രമായിട്ട് മാറി എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കമൽഹാസന്റെ കലി എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മഹാഭാരതം അനുസരിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഗന്ധർവൻ എന്ന് പറയുന്നത് ഹാഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവികതയുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ടും, ഒപ്പം തന്നെ കൽക്കിയുടെ ആ ഒരു സെറം അദ്ദേഹത്തിന്റെ കൈകളിലോട്ട് കിട്ടിയത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് കയറിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗാന്ധീവം ഇദ്ദേഹത്തിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ വില്ലനായിട്ടുള്ള കമൽഹാസന്റെ യാസ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കയ്യിൽ ഗാന്ധീവം എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിന് കിട്ടിയതും അദ്ദേഹത്തിന് അതെടുത്ത് പൊക്കാനായിട്ട് സാധിച്ചതും. സോ ഒരു സൈഡിൽ വിജയധനുസുമായിട്ട് പ്രഭാസിന്റെ കഥാപാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത്, മറ്റൊരു സൈഡിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാന്ധീവം പിടിച്ച് നിൽക്കുന്ന നമ്മളുടെ കമൽഹാസന്റെ കഥാപാത്രത്തിന് തന്നെയാണ്. ഇപ്പൊ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് കൽക്കി എന്ന് പറയുന്ന വരാനിരിക്കുന്ന അവതാരം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലോട്ട് എത്തുന്ന സമയത്ത് ആരുടെ ഭാഗത്തോട്ടായിരിക്കും വരിക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദീപിക പദുക്കോണിന്റെ വയറ്റിലുള്ള ഒരു കഥാപാത്രത്തിന്റെ സെറം ഈ കമൽഹാസന്റെ കഥാപാത്രം മൊത്തമായിട്ട് എടുക്കുമോ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കമൽഹാസന്റെ കഥാപാത്രമായിരിക്കും വിജയിക്കുക എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് സാധിക്കും. പക്ഷെ നേരെ മറിച്ച് നന്മയുടെ ഭാഗത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു തിന്മേനെ, കലിയുഗത്തിനെ അവസാനിപ്പിക്കാനായിട്ട് വരുന്ന കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ ഈ ഒരു ഉദ്ദേശം പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ശരിക്കും കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം ജനിച്ചേ തീരൂ. അതിനായിട്ട് പ്രഭാസ് എന്ന് പറയുന്ന കഥാപാത്രം ഈ ഒരു അശ്വത്ഥാമാവിന്റെ കൂടെ നിന്നുകൊണ്ട് ദീപിക പദുക്കോണിന്റെ ഒരു കഥാപാത്രത്തിനെ, അല്ലെങ്കിൽ സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ സംരക്ഷിച്ചേ തീരൂ. അവര് ഗർഭിണിയായി പ്രസവിച്ചേ തീരൂ. അങ്ങനെ കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം മോഡൽ എടുത്തേ തീരൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള, അതായത് ഒരു സൈഡിൽ പ്രഭാസും കർണൻ എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് കൽക്കി എന്ന് പറയുന്ന അവതാരം, മറ്റൊരു സൈഡിൽ കലി എന്ന് പറയുന്ന ഈ കമൽഹാസന്റെ അവതാരമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം കൂടി നമുക്ക് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കർണനാണോ അതോ അർജുനനാണോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അസ്ത്രങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണന്റെ കയ്യിലുള്ളത് 9 അസ്ത്രങ്ങളാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് അർജുനന്റെ കയ്യിലിരിക്കുന്നത് 40-ൽ മേലെ അസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അസ്ത്രങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്ന സമയത്ത് പോലും, കർണന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുന്ന സമയത്ത്, ഒരു യുദ്ധഭൂമിയിൽ എത്തുന്ന സമയത്ത് യുദ്ധഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കർണന് തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് പിന്നെ കർണൻ തോറ്റുപോയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അർജുനന്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മഹാഭാരതം വായിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്.
അർജുനന് ഒരുപാട് അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അസ്ത്രങ്ങൾ എവിടെയൊക്കെ കൃത്യമായിട്ട് പ്രയോഗിക്കണം എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു തന്ത്രം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന ഒരാളാരെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ തേരാളി, അദ്ദേഹത്തിന്റെ ചാരിയിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു തേരാളി എന്ന് പറയുന്നത്. മഹാഭാരതം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെ വളരെയധികം ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാനായിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അർജുനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിയും ഒപ്പം തന്നെ അസ്ത്രങ്ങളുടെ ശക്തി കൂടിയായിരുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് കർണൻ ഈ പറയുന്ന തരത്തിൽ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ടിനായിട്ട് തേരാളിയായിട്ട് വളരെ ശക്തനായിട്ടുള്ള ശ്രീകൃഷ്ണനെ പോലെയുള്ള മറ്റൊരു അവതാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കർണൻ തന്നെ ജയിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ കർണൻ തോറ്റുപോയതല്ല. ശ്രീകൃഷ്ണന്റെ സപ്പോർട്ട് കിട്ടിയത് യഥാർത്ഥത്തിൽ അർജുനന് തന്നെയായിരുന്നു. ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് യഥാർത്ഥത്തിൽ കർണന് ലഭിച്ചേർന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കർണൻ തോറ്റുപോയെന്ന് പറയുന്നതും. കർണൻ തോറ്റുപോയെങ്കിലും കർണൻ കൗരവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും കർണൻ ഹീറോ ആയിട്ട് മാറിയതും. കാരണം ഒരു ദൈവികത കയ്യിലില്ലാതെ പോലും, ദൈവത്തിന്റെ സപ്പോർട്ടില്ലാതെ പോലും കർണൻ ഈ ഒരു യുദ്ധഭൂമിയിൽ പിടിച്ചു നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കർണന്റെ കഴിവ് തന്നെയാണെന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പുറത്ത് അർജുനന് ഇത്രയും മാത്രം അസ്ത്രങ്ങൾ കിട്ടിയിരിക്കുന്ന സമയത്തും ഇത്രയും മാത്രം ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന സമയത്തും നരനാരായണനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഒരു സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെ വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ കർണൻ മോശക്കാരനായിട്ടോ അർജുനൻ ഭയങ്കര സംഭവമായിട്ടോ മാത്രമല്ല, രണ്ടുപേരും തുല്യ ശക്തികളാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സിനിമ കണ്ടേക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ദ്രോണരും ഈ പറയുന്ന കർണന്റെ ഗുരു തന്നെയാണ്. ദ്രോണർ ഒരിക്കലും ഇദ്ദേഹത്തിനെ നിഷേധിച്ചതായിട്ട് പറയുന്നില്ല. നിഷേധിച്ചത് ഒരിക്കലും സൂതപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് അത് സീരിയലിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗിമിക്ക് മാത്രമാണ്. യഥാർത്ഥ മഹാഭാരതം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂതപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിന് ഒഴിവാക്കിയത്. നേരെ മറിച്ച് അദ്ദേഹം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം ചോദിച്ച സമയത്താണ് കർണനെ ഒഴിവാക്കിയെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഉദ്ദേശം നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ദ്രോണർ അദ്ദേഹത്തിനെ ഒഴിവാക്കിയെന്നുള്ളൊരു കാര്യം തന്നെയാണ്, അദ്ദേഹത്തിനെ നിരസിച്ചെന്നുള്ളൊരു കാര്യം തന്നെയാണ് കർണനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണെന്നുള്ളൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഈ ദുൽഖറിന്റെ കഥാപാത്രം പരശുരാമനായിട്ട് വരുമെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പരശുരാമനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരശുരാമൻ ഇതുവരെ മരിച്ചിട്ടില്ല, പരശുരാമൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പരശുരാമൻ ഓൾറെഡി ഇമ്മോർട്ടലാണ്, അദ്ദേഹം ഒരു ധ്യാന നിദ്രയിലാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന നാഗശ്വിൻ്റെ ഒരു വിഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സിനിമയ്ക്കകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്ത് തന്നെയാണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.